പിണറായി പേജ് 8 നോക്കൂ എന്ന് സതീശൻ. ഇപ്പോൾ പ്രകടന പത്രിക ആരോപണത്തിനുള്ള മറുപടിയാണെന്നാണ്. ഞാൻ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു, അതിനുള്ള മറുപടിയാണ്. സതീശനും മലയാള മനോരമയും പരസ്പരം വിശ്വസിക്കുന്നവരാണ്. പക്ഷേ മലയാള മനോരമ ഇതിൽ വലിയ കളിയിലാണ് പെട്ടത് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത്. ഇവിടെ അവരുടെ പ്രകടന പത്രികയുടെ കോപ്പിയാണിത്, ഇവരിറക്കിയ പ്രകടന പത്രികയുടെ. നമ്മുടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക മൗനം പാലിച്ചു. എന്താണൊന്നും പറയാതിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം തീർത്തും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിലൊരു ഉരുണ്ടുകളിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേജ് 8 ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം. ഇതാണ് ആ പേജ് 8 ഭാഗം. അതില് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ വലിയ വാദം. ഇദ്ദേഹത്തിൻ്റെ വാദത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഈ പേജ് 8 പറയുന്ന ഭാഗം അതൊന്നാമതായിട്ട് തന്നെ പറയാണ്: വി വിൽ റെസ്പെക്ട് ആൻഡ് അപ്ഹോൾഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രാക്ടീസ് വൺസ് ഫെയ്ത്ത് ആൻഡ് ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു റിലീജിയസ് മൈനോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾസ് 15, 16, 25, 26, 28, 29 and 30 of the Constitution. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതില് ആർട്ടിക്കിൾ 14 അതാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായിട്ട് പറഞ്ഞ ഒരു ഭാഗം. അത് ഈ സംരക്ഷണമാണ്, ആ ഭാഗമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 എന്നിവ പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയും വിശ്വാസങ്ങൾ പാലിക്കാനുള്ള മൗലികാവകാശത്തെയും മാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്, അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് നല്ലതാണെന്ന് തന്നെ അംഗീകരിക്കാം. പക്ഷേ ഈ പാരഗ്രാഫ് കൊണ്ട് പൗരത്വ നിയമ ഭേദഗതി ഉയർത്തുന്ന പ്രശ്നങ്ങളെ കോൺഗ്രസ് അഭിസംബോധന ചെയ്തു എന്ന് പറയാനാവൂ? അപ്പോൾ കാണേണ്ടത് പൗരത്വ ഭേദഗതി നിയമം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ആർട്ടിക്കിൾ 14 കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഈ ആർട്ടിക്കിൾ 14 എന്ന ഒരു വാക്ക് ഈ ഭാഗത്തേ ഇല്ല, ഈ പാരഗ്രാഫിലേ ഇല്ല, ഈ പേജിലേ കാണാനാവില്ല. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താ? ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ
equality before the law or the equal protection of the laws within the territory of India. അതായത് ഇന്ത്യയിലേവർക്കും നിയമത്തിന് മുന്നിൽ സമത്വം, തുല്യമായ സംരക്ഷണം ഉറപ്പുവരുത്തും എന്നതാണ് ആർട്ടിക്കിൾ 14 അന്തസത്ത. അത് ഇവിടെ പൂർണ്ണമായും ലംഘിക്കുന്ന അവസ്ഥയാണ് പൗരത്വം മതാധിഷ്ഠിതമാക്കുന്നത് വഴി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് മിണ്ടാതിരിക്കുന്നത്, അതിനെക്കുറിച്ച് ശബ്ദിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രകടന പത്രികയിൽ അത്തരമൊരു കാര്യമേ ഇല്ല. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. ഇവിടെ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ നിയമങ്ങൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: We promise that all anti-people laws passed by the BJP NDA without proper parliamentary scrutiny and debate, especially those relating to workers, farmers, criminal justice, environment and forests, and digital data protection, will be thoroughly reviewed and changed. ഇത് പേജ് 22 കൃത്യമായിട്ട് പറയുകയാണ്. അത് നല്ലത് തന്നെ. പക്ഷേ ഈ ഓരോ നിയമവും പറഞ്ഞത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത്രത്തോളം പ്രാധാന്യം പൗരത്വ നിയമ ഭേദഗതിക്കുള്ളൂ. പൗരത്വ നിയമ ഭേദഗതി എന്നൊരു വാക്യം അതിൽ പറഞ്ഞില്ലാലോ. എന്താണ് ഈ നിയമങ്ങളൊക്കെ പറയുമ്പോഴും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ശബ്ദിക്കാതിരിക്കാൻ കാരണം? ഇവിടെ പേജ് 33 GST നിയമങ്ങൾ മാറ്റും എന്ന് പറയുന്നുണ്ട്. ആവട്ടെ, നല്ലതാണ്, അതിനൊന്നും ഞങ്ങളിതിരല്ല. ഇപ്പോൾ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആൻഡ് ആക്ട് പുനഃപരിശോധിക്കും എന്ന് പേജ് 36 പറയുന്നുണ്ട്. ഇത്രയെല്ലാം ആക്ടുകളെ കുറിച്ച് പറയുമ്പോൾ എന്തേ ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒന്നും ഇതിനകത്ത് പരാമർശിക്കാതിരുന്നത്? അപ്പോൾ നേരത്തെ പറഞ്ഞ ഭാഗം അത് ശരിയല്ല എന്താണ് നമ്മൾ കാണേണ്ടത്. മറ്റ് നിയമങ്ങളുടെ പേര് പറഞ്ഞു, അതുകൊണ്ട് ഇതുകൂടിയുണ്ട് എന്ന നില വരില്ല. ഇത് മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണ്. ആ മാറ്റി നിർത്തത്തക്ക ഒരു മനസ്സെങ്ങനെ കോൺഗ്രസ്സിന് വന്നു? കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയാമെന്നാണ് മാധ്യമ പ്രവർത്തകരോട് മറുപടി പറയുന്നത്. ഇപ്പോൾ പ്രകടന പത്രികയിലുമില്ല. ഇതാണ് ഉയർത്തിയ വിമർശനം. ആ വിമർശനം ശരിയാണെന്ന് അംഗീകരിക്കുന്നതാണ് ഈ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയാൻ പ്രതിപക്ഷ നേതാവ് നിർബന്ധമായതിലൂടെ കാണുന്നത്. മറ്റൊന്നും പറയാനില്ല എന്നർത്ഥം. അത് ബഹുമാനപ്പെട്ട സതീശൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ച് മനോരമ കൊടുത്തതാണോ? ഇനി രണ്ടാളും കൂടി ആലോചിച്ച് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇരിക്കട്ടെ എന്ന് വെച്ച് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തതാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ജനങ്ങളെ ഈ തരത്തിൽ കബളിപ്പിക്കേണ്ടതില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണല്ലോ നല്ലത്. അതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം. രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇതൊരു പ്രത്യേക ഇനമായി എല്ലാവരും കാണാറുണ്ട്. നമ്മൾ ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് 45 രൂപ
കർഷക തൊഴിലാളി പെൻഷന് എന്ന നിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അന്നതിനെതിരെ വലിയ തോതിലുള്ള പുകിലുണ്ടാക്കാനാണ് പലരും ശ്രമിച്ചിരുന്നത്. പക്ഷെ പിന്നീടത് വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു. ഇപ്പോൾ കേരളത്തിൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് നിശ്ചയിച്ച പെൻഷൻ 600 രൂപയാണ്. പക്ഷേ വലിയ തോതിൽ കുടിശ്ശികയുണ്ടായിരുന്നു. 1.5 വർഷത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു. ആദ്യം ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് താല്പര്യപ്പെട്ടത്. പിന്നീട് അതിൽ വർധനവ് വരുത്തി 600 1600 ഈ പെൻഷനോട് കേന്ദ്ര സർക്കാരിന് അത്ര പ്രതിപത്തിയല്ല. കേന്ദ്ര ധനമന്ത്രി പരസ്യമായിട്ട് തന്നെ ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയധികം പെൻഷൻ കൊടുക്കുന്നത് എന്നെല്ലാം അവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ സാമ്പത്തിക നയമല്ല ഇവിടെ LDF ഗവൺമെൻറ് അംഗീകരിക്കുന്നത്, നടപ്പാക്കുന്നത്. അവരുടെ സാമ്പത്തിക നയം അവരുടേത് മാത്രമല്ല, കോൺഗ്രസിൻ്റേത് കൂടിയാണ്. കോൺഗ്രസിനും BJPക്കും ഒരേ സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയം കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതും സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നതും പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്നതും. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതലൊരു രാജ്യമെന്ന നിലയിൽ കിട്ടിയത്. 107-ാം സ്ഥാനത്താണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ 14 രാഷ്ട്രങ്ങളെ ആ പട്ടികയിൽ ബാക്കിയുള്ളൂ. എന്നാൽ അതേസമയം ബദൽ നയം നടപ്പാക്കിയ നമ്മൾ കേരളം ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. അപ്പം നമ്മൾ ഈ സാമൂഹ്യ പെൻഷൻ വേണ്ട എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഈ 1600 തന്നെ നിൽക്കണമെന്നല്ല LDF കാണുന്നത്, അത് വർദ്ധിപ്പിക്കണമെന്നുമാണ്. ഇപ്പോൾ അതിന് സാധ്യതയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വർദ്ധിപ്പിക്കും. ഇതാണ് കേരളത്തിൻ്റെ സമീപനം. പക്ഷേ ഇത് അംഗീകരിക്കാത്തപ്പോൾ ഒരു വൈരാഗ്യം നിറഞ്ഞ സമീപനമാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ആ സമീപനം ക്ഷേമ പെൻഷൻ വിതരണത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചു. അത് മറച്ചുവെക്കാനാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിൽ ശ്രമിക്കുന്നത്. കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാ ഘട്ടത്തിലും കേന്ദ്രത്തിനെതിരെ കേരളം നടത്തുന്ന പോരാട്ടങ്ങളുടെ കൂടെ നിൽക്കുകയല്ല. യഥാർത്ഥത്തിൽ ആ പോരാട്ടത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇവർ തുടർച്ചയായി സ്വീകരിച്ചു വന്നിട്ടുള്ളത്. BJPയുടെ പക ഒരു ഭാഗത്ത്, കോൺഗ്രസിൻ്റെ ചതി വേറൊരു ഭാഗത്ത്. ഇതെല്ലാം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട് നേരിടുകയാണ്. ഈ രണ്ടിനെയും അതിജീവിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതിൽ സംശയമൊന്നുമില്ല. നാം അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ക്ഷേമ പെൻഷൻ അടക്കം തകർത്ത് കളയാമെന്നോ ഉപേക്ഷിപ്പിക്കാമെന്നോ ആരും കരുതേണ്ടതില്ല.
സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കുള്ള പെൻഷൻ ഓരോ മാസവും കൃത്യമായി നൽകുക എന്നതിനാണ് സർക്കാരിന് താല്പര്യം. അതുതന്നെയാണ് സർക്കാരിൻ്റെ നയം. മുൻകാലങ്ങളിൽ നമുക്ക് ഓർമ്മയുണ്ട്, ഓണം, ക്രിസ്മസ്, വിഷു ഇതുപോലുള്ള ഉത്സവകാലങ്ങൾ വരുമ്പോൾ ഈ ചില മാസങ്ങളിലെ പെൻഷൻ കൊടുക്കുന്ന നിലയായിരുന്നു പണ്ട് UDFൻ്റെ കാലത്തൊക്കെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുക, അത് 20-ാം തീയതി മുതൽ കൃത്യമായി പെൻഷൻ ലഭിക്കേണ്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുക, ഇതാണ് 2016 അധികാരത്തിൽ വന്നതിന് ശേഷം LDF സർക്കാർ പൊതുവെ സ്വീകരിച്ച നിലപാട്. ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാസാമാസം തന്നെ പെൻഷൻ നൽകുന്ന നില സ്വീകരിക്കുക. അപൂർവം ചില സാഹചര്യങ്ങളിലാണ് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചില അസാധാരണ സാഹചര്യങ്ങൾ ഇവിടെ നേരിടേണ്ടി വന്നു എന്നത് ഓർക്കേണ്ടതാണ്. കഴിയുന്നത്ര മാസങ്ങളിലെ പെൻഷൻ എന്നിട്ടും ലഭ്യമാക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ 2 ഗഡുവാണ് വിതരണം ആരംഭിച്ചത്. ഓരോരുത്തർക്കും 3200 രൂപ വീതം. കഴിഞ്ഞ മാസം അനുവദിച്ച 1 ഗഡു അത് പൂർണ്ണമായും വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതോടെ വിവിധ ജനവിഭാഗങ്ങളുടെ ആഘോഷക്കാലത്ത് നമ്മുടെ നാട്ടിലെ അശരണരും അവശരുമായ ആളുകളുടെ കൈകളിലേക്ക് അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ എത്തുകയാണ്. ഇത് നമ്മുടെ സമൂഹം വലിയ തോതിൽ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. പക്ഷേ അതിനെ വില കുറച്ച് കാണിക്കാനും കേന്ദ്ര സമീപനത്തെ ന്യായീകരിക്കാനുമാണ് പ്രതിപക്ഷം വലിയ തോതിൽ ശ്രമിക്കുന്നത്. ഇവിടെ ഈ മാർച്ച് 31-ന് സാമ്പത്തിക വർഷം അവസാനിച്ചല്ലോ. അപ്പോൾ കേന്ദ്രത്തിന് ലഭിക്കുന്ന തുകകളിലും വായ്പാനുപാതത്തിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 57,400 കോടി രൂപയുടെ കുറവാണുണ്ടായത്. 57,400 കോടി രൂപ. റവന്യൂ കമ്മി ഗ്രാൻഡിൽ 8,400 കോടി രൂപ. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയ തുക 1,200 കോടി രൂപ, 12,000 കോടി രൂപ. നികുതി വിഹിതം 3.58 നിന്ന് 1.92 ആക്കിയപ്പോൾ അതിൻ്റെ നഷ്ടം 18,000 കോടി. പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ്, കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ഇവയെല്ലാം സമാഹരിച്ച പണം തുടങ്ങിയവയുടെ പേരിൽ വായ്പാനുമതി വെട്ടിക്കുറച്ചു. അത് 19,000 കോടിയിൽ പരം രൂപ. അപ്പോൾ കേന്ദ്ര ഗ്രാൻറ്റുകളിലും വലിയ കുറവാണ് ഉണ്ടായത്. 2022-23 സാമ്പത്തിക വർഷം ഫെബ്രുവരി വരെ ഗ്രാൻറ്റുകളായി ലഭിച്ചത് 24,630 കോടി രൂപയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ അത്
8688 കോടിയും നോക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 24,630 കോടി കഴിഞ്ഞ വർഷം. ഇതേ കാലയളവിൽ ഈ വർഷം ലഭിച്ചത്, അതായത് ഈ വർഷം വെച്ചാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം, 8688 കോടി, 15,951 കോടി രൂപയുടെ കുറവ് ഒരു വർഷത്തിലുണ്ടാകുന്ന കാര്യമാണിത്. അപ്പോൾ നമ്മുടെ CAGയുടെ പ്രാഥമിക കണക്കുകളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതേസമയം 7 വർഷത്തിൻ്റെ ആകെ കണക്കെടുത്താൽ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടത് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധിയിൽ നിന്ന് പബ്ലിക് അക്കൗണ്ടിൻ്റെ പേര് പറഞ്ഞ് വെട്ടിക്കുറവ് വരുത്തിയപ്പോൾ നമുക്കുണ്ടായ കുറവ് എത്രയാ? 1,07,500 കോടിയിൽ പരം രൂപയാണ്. ഇതാണ് വസ്തുത. ഇതാണ് സുപ്രീം കോടതിയുടെ മുന്നിലടക്കം കേരളം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമ്മളെ ഞെരുക്കുക, പരമാവധി ഞെരുക്കുക എന്ന നിലപാടാണ് എടുത്തത്. ഞാനിതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇത് നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് സ്വീകരിച്ച നടപടിയാണ്. ഒരു ഘട്ടത്തിലും ഇതിനെതിരെ കോൺഗ്രസോ UDFോ സംസാരിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും സംസ്ഥാനത്തിനെതിരെയുള്ള വാദഗതികളാണ് ഉയർത്തിയിട്ടുള്ളത്. ഇതെല്ലാം ജനങ്ങൾക്കാകെ അറിയാം. അതിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കുറച്ചുകൂടി ഈ കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറ്റൊരു പ്രശ്നം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുകൊണ്ട് അതിൽ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഇന്നത്തെ ഒരു പത്രം കൊടുത്ത വാർത്തയാണിത്. ഇതിൽ CAA ഇത്രയാണ് ഈ ഘട്ടത്തിൽ ആമുഖമായി പറയാനുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ സംവിധാനം ഒരു വിശാലമായ പ്ലാറ്റ്ഫോം മാത്രമാണ്. അതൊരു മുന്നണിയോ ഒരു സഖ്യമോ അല്ല. ആ പ്ലാറ്റ്ഫോം BJPയെ പരാജയപ്പെടുത്തുക എന്ന പൊതുവായ ലക്ഷ്യത്തോടെ അണിനിരക്കാൻ തയ്യാറുള്ള മതനിരപേക്ഷ ശക്തികളെ ആകെ അണിനിരത്തുന്ന ഒന്നാണ്. അതിൻ്റെ ഭാഗമായി ദേശീയ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു കാര്യവും പ്രത്യേകമായി തീരുമാനിക്കുന്നില്ല. അതിൽ സീറ്റുകളുടെ കാര്യം അതത് സംസ്ഥാനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലത് കോൺഗ്രസ് ആയിരിക്കും മുൻകൈ എടുത്തിട്ടുണ്ടാകുക. ചിലയിടങ്ങളിൽ അവിടെയുള്ള പ്രാദേശിക പാർട്ടികളായിരിക്കും മുൻകൈ എടുത്തിട്ടുണ്ടാകുക. പ്രാദേശിക പാർട്ടികൾക്ക് ഈ കാര്യത്തിൽ വലിയ റോൾ വഹിക്കാനുണ്ട്. എല്ലാം BJPക്ക് തുടർ ഭരണം ലഭിക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് രൂപീകരിക്കാൻ സാഹചര്യമുണ്ടായാൽ ആ ഘട്ടത്തിലാണ് ഈ കാര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കുക. അതാണ് നേരത്തെ BJP ഇതര ഗവൺമെൻറ്റുകൾ വന്ന ഘട്ടത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇതേ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ആ സാഹചര്യം വരുന്നതോടെ അപ്പോൾ ആലോചിച്ച് മറ്റു തുടർ നടപടികൾ സ്വീകരിക്കും.
അല്ല, സർക്കാർ ഇപ്പം അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ളൊരു അഭിപ്രായം ഞാൻ പറയാം. അതാണ് ഇപ്പം ഞാൻ പറയുന്നത്. സർക്കാരിന് എന്ന നിലക്കുള്ള അഭിപ്രായമല്ല ഇപ്പം ഞാൻ പറയുന്നത്. ഇതില് നമ്മുടെ രാജ്യത്ത് RSSന് കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട നമ്മുടെ രാജ്യത്ത് അവർ മറച്ചു വെച്ചിട്ടില്ല. അവർ തുടക്കം മുതൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടിൽ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുണ്ട്, രാജ്യത്തിൻ്റെ ശത്രുക്കളായി നിൽക്കുന്നവരുണ്ട്. അതാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന തരത്തിൽ അവർ കണ്ടത്. ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്നത് RSS സാധാരണ പറയുന്ന ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതല്ല. നമ്മുടെ വേദേതിഹാസങ്ങളിലൊന്നും, അതൊക്കെയാണല്ലോ RSS എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുള്ളത്, അതിലൊന്നും ഈ ആഭ്യന്തര ശത്രുവിനെ കുറിച്ച് പറയുന്നില്ല. ആഭ്യന്തര ശത്രു എന്നത് RSS കടം കൊണ്ട ഒരാശയമാണ്. ആ ആശയം ആർഷഭാരതത്തിൻ്റെതല്ല, ഭാരതത്തിൻ്റെതല്ല. യഥാർത്ഥത്തിൽ ആ ആശയം ആരുടേതാണ് നിങ്ങൾക്കറിയാലോ. ആ ആശയം ഹിറ്റ്ലറുടേതായിരുന്നു. ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പാക്കിയതാണ്. ഹിറ്റ്ലർ അന്ന് പറഞ്ഞത് അവിടെ ജൂതരും ബോൾഷെവിക്കുകളുമാണ് ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളെന്ന്. ജൂതര് അവിടുത്തെ ന്യൂനപക്ഷം, ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ആഭ്യന്തര ശത്രു എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞു വെച്ചത്. അത് അതേപോലെ RSS പകർത്തി. ഇതേ വാചകം തന്നെയാണ്, പേരിലേ മാറ്റമുള്ളൂ. അവിടെ ജൂതരാണെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ പ്രബലർ മുസ്ലിമും ക്രിസ്ത്യാനിയാണ്. മറ്റു ന്യൂനപക്ഷങ്ങളും ഉണ്ട്, അവരെ വിട്ടുകളിയും ധരിക്കണ്ട. ഇപ്പോൾ അവർ പറഞ്ഞത് മുസ്ലിം, ക്രിസ്ത്യാനി, കമ്മ്യൂണിസ്റ്റുകാർ, ഇവരാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ. ഈ ആഭ്യന്തര പ്രശ്നം എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുക? അതിലും അവരൊരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് ആഭ്യന്തര പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് അവർ മാതൃകയാക്കിയത് അനുകരണീയ മാതൃക എന്നാണ് അവർ പറഞ്ഞത്. ജർമ്മനിയുടേതാണ്. അതായത് ഹിറ്റ്ലർ അവിടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിച്ച നടപടി നിങ്ങളെല്ലാവരും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണല്ലോ. എന്താ അവിടെ സ്വീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. എത്ര വലിയ കൂട്ടക്കൊലയാണ് നടന്നത്, എത്ര മനുഷ്യത്വരഹിതമായ ബീഭത്സമായ കൂട്ടക്കൊല. അന്ന് ലോകമാകെ അതിനെ തള്ളിപ്പറയാണ്. ലോകമാകെ തള്ളിപ്പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ RSS ആ നടപടിയെ അംഗീകരിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നത്. എന്നിട്ടാണ് അവർ പറയുന്നത് അനുകരണീയമായ മാതൃകയാണ് ജർമ്മനി കാണിച്ചിട്ടുള്ളത്, ജർമ്മനിയുടെ മാതൃക നമുക്ക് അനുകരിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കളെ കൈകാര്യം ചെയ്യുക എന്നതാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കാണാതിരിക്കരുത്. അതിൽ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പേരെടുത്ത് പറഞ്ഞെങ്കിലും ന്യൂനപക്ഷങ്ങളെ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ സാധാരണഗതിയിൽ തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഓരോ ഘട്ടത്തിൽ ഓരോ വിഭാഗത്തിന് നേരെയാണ് തിരിയുക. ഇപ്പോ മണിപ്പൂരിൽ ഏകദേശം ഒരു വംശഹത്യയുടെ അടുക്കലല്ലേ എത്തിയത്. ആ വംശഹത്യയുടെ അടുക്കൽ എത്തിയ കാര്യങ്ങൾ മറക്കാനിപ്പം ആർക്കും പറ്റില്ലല്ലോ. ഇവരെ മെല്ലെ സഹായിക്കണമെന്ന രീതിയിൽ പലരെയും അവർ സമീപിച്ചിരുന്നല്ലോ. നമ്മൾക്ക് ഓർമ്മയില്ലേ, പല സ്ഥലങ്ങളിലും സംഘപരിവാറിൻ്റെ ആളുകൾ ശ്രമം നടത്തിയത്.
ആ ശ്രമത്തിന് തീരെ ഫലം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലരൊക്കെ അതിൻ്റെ ഭാഗമായി ഒരു ചാഞ്ചാട്ടം കാണിച്ചിരുന്നല്ലോ. ഈ ചാഞ്ചാട്ടം കാണിച്ചവർക്കടക്കം ഇത്രയും കാര്യങ്ങൾ പച്ചയായി വന്നപ്പോൾ ഒരു വിഭാഗം അവരർപ്പിച്ച വിശ്വാസത്തിൻ്റെ മേലെ ഭൂമിയിൽ നിഷ്കാസനം ചെയ്യപ്പെടും എന്ന നില വന്നപ്പോൾ ആ കൂട്ടരുടെ കൂടെ പരസ്യമായിട്ട് നിൽക്കാൻ വിഷമമുണ്ടല്ലോ. നമ്മൾ കണ്ടതല്ലേ അതൊക്കെ, ഇതല്ലേ വസ്തുത. അതിൻ്റെ അർത്ഥം അവർ ക്രിസ്ത്യാനിയെ മാത്രം ലക്ഷ്യമിടുന്നതാണോ? മുസ്ലിമിനെ പലയിടങ്ങളിലായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. മുസ്ലിമിനെ മാത്രമാണോ അവർ ലക്ഷ്യമിടുന്നത്? എല്ലാവരെയുമാണ്, എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തെയുമാണ്. ഇത് മറക്കരുത്. ഇവര് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ നേടാൻ പറ്റുമെന്നൊരു ശ്രമം നടത്തും. ആ കെണിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത്. അത് RSSന്റെ അജണ്ടയാണ്, സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കണം. കേരളത്തിൻ്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലേ ഉണ്ടായിട്ടുള്ളത്. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മളെ നാട്ടുകാർ മാത്രമല്ലല്ലോ, കേരളീയരല്ലാത്തവർ തന്നെ പ്രതിഷേധിച്ചല്ലോ, പ്രതികരിച്ചല്ലോ. സാംസ്കാരിക രംഗത്തിന് യോജിക്കാൻ പറ്റാത്ത സമീപനല്ലേ, തീർത്തും തെറ്റായ നിലപാടല്ലേ എടുത്തിട്ടുള്ളത്. അത് തീർത്തും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുന്നു എന്നത് അതിലും കൃത്യമായ ഉദ്ദേശങ്ങൾ കാണും. നാം കാണേണ്ടത് അതിൻ്റെ ഭാഗമായി കേരളത്തെ എന്തോ ഒരു വല്ലാത്ത സ്ഥലമായി ചിത്രീകരിക്കുകയാണ്. ഈ നാട് നല്ല രീതിയിലുള്ള സാഹോദര്യ ബന്ധത്തിൻ്റെ നാടാണല്ലോ. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണല്ലോ കേരളം. നവോത്ഥാന കാലം മുതൽക്ക് അത്തരമൊരു നാട് പടുത്തുയർത്താനല്ലേ നമ്മൾ ശ്രമിച്ചു വന്നിട്ടുള്ളത്. ആ നാടായിട്ട് ഇന്നും നമുക്ക് അഭിമാനപൂർവ്വം നിൽക്കാൻ പറ്റുന്നില്ലേ? ആ നാടിനെ ഒരു വല്ലാത്ത അപമതിപ്പുണ്ടാക്കുന്ന നാടാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് നാം കാണേണ്ടത്. ആ ശ്രമത്തെയാണ് എതിർക്കേണ്ടതും അപലപിക്കേണ്ടതും. അതൊക്കെ നിങ്ങൾ കണ്ടോളുക. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ കാര്യങ്ങൾ. അതിലെന്തൊരു സംശയത്തിന് നിങ്ങൾക്ക് വകയുണ്ടാവില്ല. നിങ്ങൾ കേൾക്കുമല്ലോ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ. അത് കേൾക്ക് നിങ്ങൾ. എന്നിട്ട് ഞാൻ പറയുന്നുണ്ടോ പറയുന്നില്ലേന്നോ? അതെ, നിങ്ങൾ വന്ന് കേൾക്ക്, നിങ്ങൾ വന്ന് കേൾക്ക്, അപ്പോൾ മനസ്സിലാവുമല്ലോ. ഒരു നിശ്ചയമില്ല ഒന്നിനും, വരുമോരോ വിധി വന്ന പോലെ പോകുന്നല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ഞാനിപ്പോ ഒന്നും പ്രവചിക്കാൻ തയ്യാറാകുന്നില്ല. ഈ സാധാരണഗതിയിൽ അവസരവാദ നിലപാടെടുക്കുന്നവര് ഒരിടത്ത് മാത്രമായിട്ട് അവസരവാദ നിലപാട് സ്വീകരിക്കുമെന്ന് കണക്കാക്കണ്ട. അതൊരു സ്വഭാവമായി തുറന്നു പോയി എന്ന് വരും. എവിടെയൊക്കെ എത്തുമെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. എനക്കറിയില്ല, ജയിച്ചാലോ തോറ്റാലോ എന്ന് എനക്കറിയില്ല. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സ്ഥാനാർത്ഥി, ഞങ്ങളെ സ്ഥാനാർത്ഥി മുകേഷ്
വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് നേടിക്കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി അതിനെ അട്ടിമറിക്കാൻ UDF എത്ര പാടുപെട്ടാലും കഴിയുന്നതല്ല. അത്തരം ഒരു അവസ്ഥയിൽ ഇന്ന് കൊല്ലം മണ്ഡലം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഭാഗം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ കാര്യങ്ങൾ. ഇവിടെ ആ കേരള സ്റ്റോറി എന്നത് BJPയുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി വന്നതാണ്. നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു പ്രചരണ സാധനമാണത്. അതിന്റെ ഭാഗമായി സിനിമയെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം.